കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0. IGNO previous year question paper or ultimate analysis on your whole session. In this session, we are discussing library and information science paper BLI 229. So, ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TEയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പാസ്റ്റിൽ മൾട്ടിപ്ലൈ ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ അതോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഹോൾ സെഷൻസിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് ആണ്. നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് യൂണിറ്റ്സും അതിന്റെ സബ് ടോപ്പിക്സും. എക്സാം പാറ്റേൺ അനാലിസിസ് ഡിഫറെന്റ് ഫോർമാറ്റിൽ നമുക്ക് എക്സാം പാറ്റേൺ കാണാൻ പറ്റും. അതിന്റെ മാർക്കിംഗ് സ്കീമും ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫോർമാറ്റും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂയും ഈ ഡിസംബർ TEയിലോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി ഉള്ള സം ടോപ്പിക്സിന്റെ ഒരു പ്രിഡിക്ഷൻ അനാലിസിസും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മൾ ഇഗ്നോയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ലേൺവൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സോ ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് സ്റ്റെപ്സ് ഇൻ ലൈബ്രറി ഓട്ടോമേഷൻ. 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. 3 ഇയേഴ്സ് ഓട്ടോമാറ്റഡ് വേഴ്സസ് ഡിജിറ്റൽ സിസ്റ്റം 2 ടൈംസ് അപ്പിയർഡ് ആണ്. ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സ്റ്റാൻഡേർഡ് ഇൻ ILS ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റിലവന്റ് ടോപ്പിക് ആണ്. അക്വിസിഷൻ വർക്ക് ഫ്ലോ, ഡോക്യുമെന്റ് പ്രോസസിംഗ് ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ്, സർക്കുലേഷൻ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ് 2 തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളാണ്. കമ്പാരിറ്റീവ്ലി ലോ റിലവൻസ് ടോപ്പിക് ആണ്. ജനറേഷൻസ് ഏജസ് ഓഫ് ഓട്ടോമേഷൻ പാക്കേജസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇവാലുവേഷൻ ഓഫ് ILS ജനറിക് പാരാമീറ്റേഴ്സ്, എവർഗ്രീൻ ILS ഫീച്ചേഴ്സ് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ കാറ്റഗറി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. വിർച്വൽ ILS ഫീച്ചേഴ്സ്, ഈ ഗ്രന്ഥാലയ ILS, LAM ആർക്കിടെക്ചർ കമ്പോണൻസ്, ഓപ്പൺ സോഴ്സ് ILS ബെനിഫിറ്റ്സ്, പ്രോസ് ആൻഡ് കോൺസ് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഫ്യൂച്ചർ ട്രെൻഡ്സ് ഓഫ് ഡിജിറ്റൽ ലൈബ്രറീസ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റിലവന്റ് ടോപ്പിക് ആണ്. DSpace മെറ്റാഡാറ്റ മാനേജ്മെന്റ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ തോൺ യൂസർ ഇന്റർഫേസ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാർ ചാർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒത്തിരി വെയിറ്റേജ് ഇല്ല, അറൌണ്ട് 44% വെയിറ്റേജ് ഉണ്ട് ഈ ഒരു സ്പെസിഫിക് ബ്ലോക്ക് ലൈബ്രറി ഓട്ടോമേഷന്. ആൻഡ് അതിന് താഴെയാണ് ബ്ലോക്ക് 2 ഡിജിറ്റൈസേഷനും ഡിജിറ്റൽ ലൈബ്രറീസും. ഹീറ്റ് മാപ്പ് സമ്മറി എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ യൂണിറ്റ് 5, 7 ആൻഡ് 8 ഓൾസോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളാണ്. ഇനി നമുക്ക് കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക്സുകൾ പരിചയപ്പെടാം ബ്ലോക്ക് വൈസ് ആയിട്ട്. ഫസ്റ്റ് ജനറേഷൻസ് ഏജസ് ഓഫ് ഓട്ടോമേഷൻ പാക്കേജസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 22, 23, 25 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിക്കാറ്. നെക്സ്റ്റ് LAM ആർക്കിടെക്ചർ, ലാൻഡ് ആർക്കിടെക്ചർ കമ്പോണൻസ് ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് കണ്ടുവരുന്നത്. തേർഡ് ഓപ്പൺ സോഴ്സ് ILS ബെനിഫിറ്റ്സ്, പ്രോസ് ആൻഡ് കോൺസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് ആൻസർ രീതിയിലാണ് കണ്ടുവരുന്നത്. നെക്സ്റ്റ് ആണ് DSpace മെറ്റാഡാറ്റ മാനേജ്മെന്റ്. ഡിഫറെന്റ് PYക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഓഫ് ഡിജിറ്റൽ ലൈബ്രറീസ്. ബ്ലോക്ക് 2 ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ആണ് ഗ്രീൻ സ്റ്റോൺ യൂസർ ഇന്റർഫേസ്. ഷോർട്ട് നോട്ട്സിൽ സാധാരണ രീതിയിൽ ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് കണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡിഫറെന്റ് എക്സാം പാറ്റേൺ ആണ്. 5 മാർക്ക് അനലറ്റിക്കൽ എസ്സേസ് 250 വേർഡ്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിനകത്ത് തന്നെ പാർട്ട് 1 എന്നോ അല്ലെങ്കിൽ പാർട്ട് A എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും 3 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്താൽ മതി. നെക്സ്റ്റ് 4 മാർക്ക് ഷോർട്ട് നോട്ട്സ് ആണ് 150 വേർഡ്സിലാണ്. അതിൽ പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് B എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ആൻസർ കൈൻഡ് ഓഫ് നോട്ട്സ് ആണ് ഈ ഒരു എക്സാം ഫോർമാറ്റ്. നെക്സ്റ്റ് കേസ് സ്റ്റഡീസ്, ന്യൂമറിക്കൽസ്, MCQ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടില്ല ഫ്രം 22 to June 25. സോ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റിന് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അനലിറ്റിക്കൽ എസ്സേസ് 250 വേർഡ്സിനാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഒരു കൺസെപ്റ്റുവൽ ക്ലാരിറ്റി നമുക്ക് നന്നായിട്ട് വേണം. ഒരു ടോപ്പിക് അതിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, അതിന്റെ ഒരു ഇവാലുവേഷൻ, അതിന്റെ ഒരു ട്രെൻഡ്, ഒരു കണ്ടംപററി ആയിട്ടുള്ള അതിന്റെ സിഗ്നിഫിക്കൻസ്,
ഓക്കെ, എക്സാമ്പിളാണ് എവർഗ്രീൻ ഫീച്ചേഴ്സ്, വിർച്വൽ ഫീച്ചേഴ്സ്, ട്രെൻഡ് ഇൻ ഓട്ടോമേഷൻ. ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലറ്റിക്കൽ എസ്സേ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു 4 to 5 കോർ പോയിന്റ്സും അതുപോലെ ബ്രീഫ് എക്സാമ്പിൾസും ഡെഫിനിഷൻസും. ഈ സ്ട്രക്ചർ എന്തായാലും നമ്മൾ അഡ്രസ് ചെയ്യണം. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് 150 വേർഡ്സിന്റെ 4 മാർക്കർ ആണ്. ഇതും പ്രിസൈസ് ആയിട്ട് ഒരു കൺസൈസ് എക്സ്പ്ലനേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ക്രിസ്പ് ആയിട്ടുള്ള 3 to 4 ബുള്ളറ്റിംഗ് പോയിന്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് കമ്പാരറ്റീവ് എസ്സേസ് ആണ് 250 വേർഡ്സ് 5 മാർക്കറിന്. ഇതിലും നമ്മൾ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും ക്രിസ്പ് ആയിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് അതിന്റെ ബോഡിയിൽ 2 to 3 ബുള്ളറ്റിംഗ് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഇനി വർക്ക് ഫ്ലോ എക്സ്പ്ലനേഷൻ 250 വേർഡ്സിന് 5 മാർക്കർ ആണ്. ഇനി ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ലൈബ്രറി ഓട്ടോമേഷൻ അറൌണ്ട് 250 ആവറേജ് സ്കോർ 73% ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ബ്ലോക്ക് ലൈബ്രറി ആൻഡ് ഓട്ടോമേഷൻ ആണ്. സെക്കൻഡ് ബ്ലോക്ക് ഡിജിറ്റൈസേഷൻ ആൻഡ് ഡിജിറ്റൽ ലൈബ്രറീസ് 9 ആണ് ഒരു ആവറേജ് മാർക്ക്. 26 അറൌണ്ട് ചോദിക്കുന്നുണ്ട് അതിന്റെ ഒരു ടോട്ടൽ ഷെയർ. ഇനി നമ്മൾ ഇയർലി ആയിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എസ്സേ ആണെങ്കിലും ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആ കാണുന്നത്. ഫ്രം ഡിസംബർ 22 തൊട്ട് 25 വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഒക്കെ നിർബന്ധമായിട്ടും ഓരോ ടോപ്പിക്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമ്മൾ പാറ്റേൺസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 2 ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 2 നിന്ന് വരുന്നത് പെർസെൻറ്റേജ് വളരെ കുറവാണ്, എന്നാലും അതിൽ സം കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. സം കീ ടോപ്പിക്സ് അസോസിയേറ്റഡ് വിത്ത് ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ OSS ILS സ്കോർ പെർസിസ്റ്റ്, അത് അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. LAMും ഓപ്പൺ സോഴ്സസും ILS ബെനിഫിറ്റ്സും ഇതുപോലത്തെ സം കോർ ടോപ്പിക്സുകൾ. അതുപോലെ വർക്ക് ഫ്ലോ പ്രോസസ് ക്വസ്റ്റ്യൻസിൽ സ്റ്റഡി ആയിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ഗ്രാഫിൽ കണ്ടു. ഇനി ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ടോട്ടൽ 1.5 hours ആണ്. 35 ആണ് ഒരു അറൌണ്ട് നമ്മളെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ടൈം ലിമിറ്റും അതുപോലെ തന്നെ സ്കോർ ലിമിറ്റും അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അതാണ് നമ്മുടെ കീവേഡ്സ്, അതായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ വേണ്ടത്. ഓക്കെ, സോ ഒരു 39 മിനിറ്റ്സ് പാർട്ട് 1 എസ്സേസിന് നമ്മൾ സ്പെൻഡ് ചെയ്യണം. 50 മിനിറ്റ്സ് പാർട്ട് 2 ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ട്. ഒരു 1 to 2 മിനിറ്റ്സ് നമ്മൾ നമ്പറിങ്ങിനും കീവേഡ്സിനും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യണം. ടോപ്പ് 10 ആയിട്ടുള്ള സം റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരു പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മെറ്റാഡാറ്റ മാനേജ്മെന്റ് ഇൻ DSpace, മെറ്റാഡാറ്റ ഇൻ DSpace. 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഗ്രീൻസ്റ്റോൺ GSTL, യൂസർ ഇന്റർഫേസും ടെക്നിക്കൽ ഫീച്ചേഴ്സും 4 times അപ്പിയർഡ് ആണ്. വാട്ട് ഈസ് LAMP ആർക്കിടെക്ചർ, എക്സ്പ്ലെയിൻസ് കോമ്പോണൻസ് 3 times അപ്പിയർഡ് ആണ്. ഡിസ്കസ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഓഫ് ഡിജിറ്റൽ ലൈബ്രറീസ് 3 times അപ്പിയർഡ് ആണ്. 5 ages or generations of library automations 3 times appeared on. Discuss the major benefits of open source ILS or OSS in libraries 3 times appeared on. Explain functional requirement of document processing in an ILS 2 times appeared on. Explain functional requirement for circulation in an ILS 2 times appeared on. Workflow of automated acquisition 2 തവണ ചോദിച്ചിട്ടുണ്ട്. Evergreen ILS major and special features 2 തവണ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമ്മൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ കോർ ടോപ്പിക്സിന്റെ ഒരു ഫ്രീക്വൻസി ടാബുകൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, എക്സ്പ്ലെയിൻ മെറ്റാഡാറ്റ മാനേജ്മെന്റ് ഇൻ DSpace ഈ ഒരു സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 4 തവണ ചോദിച്ചിട്ടുണ്ട്. 4 ആണ് ആവറേജ് സ്കോർ. ഗ്രീൻസ്റ്റോൺ GSTL, യൂസർ ഇന്റർഫേസ് ടെക്നിക്കൽ ഫീച്ചേഴ്സ് 4 times അപ്പിയർഡ് ആണ്. 4 ആണ് ആവറേജ് സ്കോർ. ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ലൈബ്രറീസ്, ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് 3 തവണ ചോദിച്ച ടോപ്പിക്സുകളാണ് ഇതെല്ലാം തന്നെ. അറൌണ്ട് ഒരു 5 ആണ് ഒരു ആവറേജ് സ്കോർ. യൂണിറ്റ് ഫോർ ആപ്ലിക്കേഷൻസ് ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ 3 times അപ്പിയർഡ് ആണ്. 5 ആണ് ഒരു ആവറേജ് സ്കോർ. ലൈബ്രറി ഓട്ടോമേഷൻ പ്രോസസ്സസ് 2 times അപ്പിയർഡ് ആണ്. 5 ആണ് ഒരു ആവറേജ് സ്കോർ. നെക്സ്റ്റ് ലൈബ്രറി ഓട്ടോമേഷൻ പ്രോസസ്സസ് 2 times ചോദിച്ചിട്ടുണ്ട്. 5 ആണ് ഒരു ആവറേജ് സ്കോർ. ലൈബ്രറി ഓട്ടോമേഷൻ പ്രോസസ്സസ് വി ഡിസ്കസ്ഡ്. നെക്സ്റ്റ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് 2 times അപ്പിയർഡ് ആണ്. 4 ആണ് ഒരു ആവറേജ് സ്കോർ.
നെക്സ്റ്റ് നമ്മൾ ഈ ടോപ്പ് 10 റെക്കറന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അത് 40% റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ആ 40 എന്ന് പറയുന്നത് ഒരു ബിഗ് എമൗണ്ട് തന്നെയാണ്. നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് നല്ല റിട്ടേൺ കിട്ടും, നല്ല സ്കോർ നമുക്ക് കിട്ടും. എങ്ങനെ ഇതിനെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ടൈമും അതുപോലെ തന്നെ വേർഡ് ലിമിറ്റും നന്നായിട്ട് കീപ്പ് ചെയ്യാം. എന്നിട്ട് എഴുതുക എന്നുള്ളത് തന്നെയാണ്. 5 minutes ഒരു ഔട്ട്ലൈനിന് വേണ്ടിയിട്ട്, ഒരു 12 minutes ഫോർ ഷോർട്ട് നോട്ട്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എസ്സേസ് ഒരു 7 minutes. ഇങ്ങനെ ടൈം നമ്മൾ സെഗ്മെന്റ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ഒരു ബുള്ളറ്റിംഗ് ഫോർമാറ്റിൽ, അല്ലെങ്കിൽ എന്താ ഒരു കറക്റ്റ് ആൻസർ സ്ട്രക്ചർ ഉണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ, ക്രിസ്പ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, അതുപോലെ ഒരു കൺക്ലൂഷൻ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഈ പ്രോബബിലിറ്റി ടേബിൾ ആണ്. ഈ ഒരു ഡിസംബർ എക്സാമിനോട്ടൊക്കെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള സം ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. DSpace metadata management 66 chance ഉണ്ട്, മീഡിയം കാറ്റഗറി. ഫ്യൂച്ചർ ട്രെൻഡ്സ് ഓഫ് ഡിജിറ്റൽ ലൈബ്രറീസ് 50 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. ഗ്രീൻസ്റ്റോൺ GSTL 50% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. ലാംബ് ആർക്കിടെക്ചർ ആൻഡ് കോമ്പോണൻസ് 50% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. ഓപ്പൺ സോഴ്സ് ILS ബെനിഫിറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ് 50% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. ഏജസ് ജനറേഷൻസ് ഓഫ് ലൈബ്രറി ഓട്ടോമേഷൻ 33% ആണ്, ലോ കാറ്റഗറിയാണ്. സർക്കുലേഷൻ ഫംഗ്ഷണൽ റിക്വയർമെന്റ്, ഡോക്യുമെന്റ് പ്രോസസിംഗ് ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ്, ഈ ഗ്രന്ഥാലയ ILS ഫീച്ചർ, വിർച്വൽ ILS ഫീച്ചേഴ്സ്, വർക്ക് ഫ്ലോ ഓഫ് ഓട്ടോമാറ്റഡ് അക്വിസിഷൻ. ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ അറൌണ്ട് 33 പ്രോബബിലിറ്റി ഉള്ളതാണ്, ലോ കാറ്റഗറിയിൽ പെടുന്ന ടോപ്പിക്സുകളാണ്. നെക്സ്റ്റ് എവർഗ്രീൻ ILS ഫീച്ചേഴ്സ്, GSTL മെറ്റാഡാറ്റ ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഇൻജസ്റ്റ് പ്രോസസിംഗ് DSpace, സീരിയൽസ് കൺട്രോൾ ഫംഗ്ഷണൽ റിക്വയർമെന്റ് 60% ചാൻസ് ഉണ്ട്, ലോ കാറ്റഗറിയാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഹൈ ടു മീഡിയം ടോപ്പിക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഹൈ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 4 തവണയോളം അപ്പയർ ചെയ്തിട്ടുള്ള സം ടോപ്പിക്സുകളാണത്. ഫ്രം June 22 തൊട്ട് June 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ടേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ ഡിഫറെന്റ് കോർ ടോപ്പിക്സിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ പറ്റും. ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഷോയിങ് ദ ടോപ്പ് 5 ടോപ്പിക്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദർ പ്രോബബിലിറ്റി. ഓക്കെ, ഈ ഒരു ഡിസംബറിലോട്ടേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോബബിലിറ്റി ചാർട്ടാണിത്. നെക്സ്റ്റ് ഹൈ കാറ്റഗറി എന്ന് പറയുമ്പം 70% ചാൻസ് ഉള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മീഡിയം കാറ്റഗറി ടോപ്പിക്സ്, ടോപ്പ് മീഡിയം കാറ്റഗറി ടോപ്പിക്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. DSpace, മെറ്റാഡാറ്റ, ലാംബ്, GSTL, ഇന്റർഫേസ്, OSS ബെനിഫിറ്റ്സ് ഒക്കെ. മീഡിയം എന്ന് പറയുമ്പോൾ 14 to 16% ആണ്. ഒരു ടീച്ച് ബാക്ക് മെത്തേഡ്സിലൂടെ 3 to 4 ബുള്ളറ്റ്സും അതുപോലെ ഡെഫിനിഷൻസ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 40% ആണ്. ഒരു വൺ മോഡൽ സ്കെലിറ്റൺ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്കത് എക്സാം ആൻസറിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മുടെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിനോട് തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഫോർ ദിസ് ഡിസംബർ TEE. സോ നമ്മുടെ ലേണേഴ്സിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ടൈം 1.5 hours ആണ്, മാക്സിമം സ്കോർ 35 ആണ്. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എവിടെ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നു അതൊക്കെ കെയർഫുൾ ആയിട്ട് നമ്മൾ റീഡ് ചെയ്യും. Okay, so first one, the paper has 2 parts. Attempt question as directed under each part. Second one, use need diagrams examples. Okay, very careful whenever they strengthen your answer. Third one, write the question number clearly before each answer. So part 1, ഇതിനകത്ത് 5 questions ഉണ്ട്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 15 ആണ് ടോട്ടൽ സ്കോർ വരുന്നത്. ആൻസർ എനി 3 questions എന്ന് പറയുന്നത് 250 word limit. First one, explain how item metadata is managed in DSpace, covering the purpose and outcomes of effective metadata control. Second one, describe the LAMP stack and state how each component support library information system. Third one, evaluate 2 emerging directions in digital libraries and their implications for services. Fourth one, state the functional requirement of the circulation subsystem in ILS and indicate expected output. Fifth one, trace the evolution of library automation across its generations, highlighting distinctive characteristics of each stage. Part 2 ആണ്, write a short note of any 5 of the following about 150 word. Okay. OPAC 2.0, key features അതിന്റെ user benefits, workflow automated acquisition in ILS, functional requirement of document processing in an ILS. 9th one, evergreen ILS, notable and special features. 10th, open standard and interoperability in library system. 11th, ingest process in DSpace, audio or video compression in digitization workflow. 13.1, Greenstone, GSTL, librarian or user interfaces. Okay, അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ അതുപോലെ തന്നെ വേർഡ് ലിമിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്ട്രാറ്റജിക് മൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു പേപ്പറിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ
രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.